കൂപ്പുകുത്തി പൈനാപ്പിൾ വില 2 മാസം മുൻപ് 60 രൂപ വരെ എത്തിയ വിലയാണ് കുത്തനെ ഇടിഞ്ഞത്. ഇപ്പോൾ 30-33 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. കൂടുതൽ അളവിൽ നൽകുന്ന വൻകിട കർഷകർക്ക് മാത്രമാണ് ഈ വില ലഭിക്കുന്നത്. ചെറിയ അളവിൽ നൽകുന്ന കർഷകർക്ക് ശരാശരി 25 രൂപയാണ് ലഭിക്കുന്നത്. പഴത്തിനാണ് ഈ വില ലഭിക്കുക. പച്ചയ്ക്ക് പിന്നെയും വില കുറയും. വേനൽ മഴ ലഭിച്ചതിനാൽ താരതമ്യേന മികച്ച വിളവ് ലഭിക്കുമെന്ന സാഹചര്യത്തിൽ കർഷകർക്ക് വൻ പ്രതീക്ഷയായിരിക്കുകയായിരുന്നു വൻ തിരിച്ചടി. നാട്ടിലും ഉത്തരേന്ത്യയിലും ഉൾപ്പെടെ ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പൈനാപ്പിൾ ഡിമാൻഡും വിലയും ഉയരേണ്ടതാണ്. എന്നാൽ പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഹോട്ടലുകൾ ഉൾപ്പെടെ പ്രവർത്തനം നിർത്തിയത് തിരിച്ചടിയായിട്ടുണ്ട്. പഴം സംഭരണ കേന്ദ്രങ്ങൾ പലതും അടച്ചതും തിരിച്ചടിയായി. മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് വിളവെടുത്ത പച്ച പൈനാപ്പിൾ കൂടുതലായി കയറ്റി അയക്കുന്നത്. യുദ്ധ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിലച്ചതും വൻ തിരിച്ചടിയായി. സീസൺ ആരംഭിച്ചതിനാൽ മാമ്പഴം അന്യസംസ്ഥാനങ്ങളിലേക്ക് ജില്ലകളിലേക്കും വ്യാപകമായി എത്തിത്തുടങ്ങിയതും പൈനാപ്പിളിന്റെ ഡിമാൻഡ് കുറയാൻ കാരണമായി. അതേസമയം അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നത് വിളവെടുപ്പിനെയും ബാധിക്കുന്നുണ്ട്. വലിയ തോട്ടങ്ങളിലും മൂപ്പത്തിയ പൈനാപ്പിൾ മുറിച്ചെടുക്കാതെ നശിച്ചു പോവുകയാണ്. തൊഴിലാളികൾ തിരികെ എത്തുമ്പോഴേക്കും ഇവയെല്ലാം നശിക്കുകയും ചെയ്യും. സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കുന്ന ചെറുകിട കർഷകരാണ് ജില്ലയിൽ ഏറെയും. ഏക്കറിന് 3-4 ലക്ഷം രൂപ ചിലവാകുമെന്ന് കർഷകർ പറയുന്നു. കിലോഗ്രാമിന് ശരാശരി 50 രൂപ ലഭിച്ചാൽ മാത്രമേ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നും കർഷകർ പറയുന്നു. ഇപ്പോൾ കിട്ടുന്ന വില പണിക്കൂലിക്ക് പോലും തികയാത്ത അവസ്ഥയാണെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. i4 ന്യൂസ്, പാല.